വിശദമായി നോക്കാം. ഇടുക്കിയിൽ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയില്ല. കഴിഞ്ഞ ദിവസം പൂപ്പാറ ശങ്കരംപാണ്ടിമേട്ടിൽ 2 വീടുകൾ കാട്ടാന തകർത്തു. നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ ചില്ലിക്കൊമ്പനാണ് കാട് കയറാതെ നാട്ടിൽ നാശം വിതയ്ക്കുന്നത്. രാത്രിയിലെത്തുന്ന കാട്ടാനയെ ഭയന്ന് ഉറക്കമില്ലാതെ കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. നിരവധി പേരുടെ ജീവനെടുത്ത ചില്ലിക്കൊമ്പൻ ദിവസങ്ങളായി ശങ്കരപാണ്ഡിമെട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ്. 2 ദിവസങ്ങളായി 2 വീടുകൾ തകർത്തു. ആദ്യം തകർത്ത വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഇത് പൂർണ്ണമായും ഇടിച്ചു നിർത്തിപ്പോയ കൊമ്പൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീടിന്റെ ശൗചാലയവും തകർത്തു. തുടർന്ന് വീടിന്റെ മുൻഭിത്തി ഇടിച്ചിട്ടു. ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വെറ്റി, ഗണപതി, മുരുകൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. எங்கள் தெரு பக்கம் ஆனை அதிகமாக தொல்லை பண்ணுதுங்க. ஆம்பளையெல்லாம் நைட்டெல்லாம் தூங்க மாட்டேங்கிறாங்க, காவை பார்த்துக்கிட்டு இருக்காங்க. இப்படி வீடு ஒவ்வொரு வீடவா லைன் பிடிச்சி இடிச்சு வந்துக்கிட்டு இருக்கு. எங்கேயும் வேலைக்கு வெட்டிக்கு போக முடியலை, வீட்லேயும் நிம்மதியாக தூங்க முடியலை. இதுக்கு என்னன்னு எங்களுக்கு இருக்கிறதுக்கு வீடு வாசம் இல்லை, என்ன பண்ண முடியும்? நீங்கள் பாருங்கள், எங்களுக்கு ஏதாவது உதவி பண்ணுங்க. ஒன்று யானை ஏதாவது பண்ணுங்க, தொந்தரவு பண்ணாமல் എങ്ങൾക്ക്. പകൽ സമയത്ത് തോട്ടത്തിലെ ജോലി കഴിഞ്ഞു വരുന്ന യുവാക്കൾ ഉറങ്ങാതെ വീടിന് മുന്നിൽ തീയിട്ട് കാവലിരിക്കേണ്ട അവസ്ഥയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിക്കുകയും തുടർന്ന് മൃതദേഹവുമായി നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു. അന്ന് നേരിട്ടെത്തിയ മൂന്നാർ DFO ആക്രമണം തടയുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 നെടുങ്കണ്ടം. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ബത്തേരി പുതിക്കാട് കരടിമൂലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടെ ആക്രമണമുണ്ടായത്. പറമ്പത്ത് രാമകൃഷ്ണന്റെ 2 ആടുകൾക്ക് പരിക്കേറ്റു. 2 ആഴ്ച മുൻപ് പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ 2 ആടുകൾ ചത്തിരുന്നു. വീണ്ടും ആക്രമണമുണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ശബ്ദം ഞങ്ങൾ കേട്ടു, തൊണ്ടക്ക് പിടിക്കുന്നവരെ ഉടനെ വന്ന് അപ്പുറത്ത് ഓടുന്ന ശബ്ദം കേട്ടോ. ഉടനെ വന്ന് അപ്പോഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഭാഗത്ത് നെറ്റ് പൊളിച്ചിട്ടാ അതാ ഒന്നുകൂടെ കണ്ടില്ലേ, ഒന്നിന് തള്ളയാടും വലിയ അത്. അതിന് 4 അടുത്ത് അടയാളുണ്ട്, ചെവിൻ്റെ താഴെയും തൊണ്ടക്കും. എണ്ണം തീർന്നു. ഒന്നിനെ ആദ്യം ഇതായി, രണ്ടാമത്തത് തീർന്നു. അതിന് ഒന്നിനെ വിളിച്ചു പറഞ്ഞു മാത്രം. പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനമായി. മലമ്പാമ്പാടെന്ന് കരുതി അണലിയെ പിടിച്ച കർഷകൻ വനപാലകന്റെ സംയോജിത ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു. ചിറ്റൂർ മന്തക്കാട് സ്വദേശി സ്വാമിനാഥനെയാണ് വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ രമേശ് രക്ഷപ്പെടുത്തിയത്. വനപാലകനും ചിറ്റൂർ സ്വദേശിയുമായ രമേശ് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് ചിറ്റൂർ മന്തക്കാട് കനാലിൽ പ്രദേശവാസിയായ സ്വാമിനാഥൻ പാമ്പിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കാഴ്ചക്കാരായി നാട്ടുകാരുമുണ്ട്. കനാലിൽ വെള്ളം തിരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടതെന്നും അതിനെ പിടികൂടി മാറ്റാനുള്ള ശ്രമമാണെന്നും സ്വാമിനാഥൻ പറഞ്ഞു. എന്നാൽ പിടിച്ചു നിൽക്കുന്നത് മലമ്പാമ്പിനെയല്ല, അണലിയെയാണെന്ന് രമേശ് വ്യക്തമാക്കി. ഇതിനിടയിൽ സ്വാമിനാഥനെ അണലി 1 തവണ കടിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞ രമേശ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകി. പക്ഷെ ആളുകളത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അത് അണലിയാണ് പറയുമ്പോഴും മലമ്പാമ്പാണെന്നാണ് കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ദയവായി ആരും ഇതിങ്ങനെ കയ്യിൽ പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയില്ല എന്ത് പാമ്പാണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിനെ കടിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് കണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാടാണ് അദ്ദേഹം. അപ്പോൾ ഇനി ആരും ഇത് അനുകരിക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. രമേശിന്റെ സംയോജിത ഇടപെടലാണ് ദുരന്തം ഒഴിവാക്കിയത്. പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കാതെ വനം വകുപ്പിനെ അറിയിക്കുകയാണ് വേണ്ടതെന്ന് രമേശ്. ഫോറസ്റ്റിനെ അറിയിച്ചാൽ മതി. ഇപ്പൊ നിറയെ റെസ്ക്യൂ മെമ്പേഴ്സ് ഉണ്ട് ഓരോ പ്രദേശത്ത് വേഗത്തിൽ പിടിക്കാനുള്ള. അതായത് കയ്യിലൊരിക്കലും പാമ്പിന് പോയി പിടിക്കരുത്. അതിന് നമുക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് അതിന് സജ്ജീകരണങ്ങൾ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉചിതം എന്ന് പറയുന്നത്. സ്വാമിനാഥൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 12 വർഷമായി സർവീസിലുള്ള രമേശിന് പാമ്പ് പിടുത്തത്തിൽ ഉൾപ്പെടെ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. എത്ര കണ്ടാലും മതിവരാത്ത ഇടമാണ് ഇടുക്കിയിലെ വാഗമൺ. പ്രകൃതി കനിഞ്ഞു നൽകിയ സ്ഥലം. പൈൻമരങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും മനോഹാരിതയും ഊഷ്മളതയും വാഗമണിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കവരുന്ന കാഴ്ചയാണ്.
പച്ചപ്പ് പുതച്ച വാഗമൺ, നോക്കെത്താ ദൂരത്തോളം നിവർന്നു കിടക്കുന്ന മൊട്ടക്കുന്നുകൾ, മലമുകളിലേക്ക് പെയ്തിറങ്ങുന്ന കോടമഞ്ഞും വിശാലമായ പുൽപ്പരപ്പും സഞ്ചാരികൾ കീഴടക്കിയിരിക്കുകയാണ്. വാഗമൺ യാത്രയും അവിസ്മരണീയം. മല വെട്ടിയുണ്ടാക്കിയ വളഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ഏറെ മനോഹരം. നേരിട്ട് കാണാത്തവർക്ക് പോലും വാഗമൺ പ്രിയങ്കരമാണ്. തേയിലച്ചെടികളുടെ കാഴ്ചയും ആരുടെയും മനം മയക്കും. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയും അതുപോലെ മൊട്ടക്കുന്നുകളും പ്രത്യേകിച്ചും ഇവിടുത്തെ കാലാവസ്ഥ, ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ മറ്റൊരു പ്രദേശം നമുക്ക് കേരളത്തിൽ ഇത്ര മനോഹരമായി നമുക്ക് കാണാൻ തന്നെ കഴിയില്ല. വാഗമണ്ണിലെ കോടമഞ്ഞും ആസ്വദിക്കേണ്ടത് തന്നെ. പൈൻ മരക്കാടുകളും ഏവരെയും ആകർഷിക്കും. വാഗമൺ ടൗണിന് സമീപമുള്ള തടാകവും ദൃശ്യവിസ്മയമാണ്. ന്യൂസ് 18 വാഗമൺ. മഞ്ചേരി സ്വാന്തന സദനത്തിലെ 3 മാസത്തോളം അതിഥിയായി കഴിഞ്ഞ തഞ്ചാവൂർ സ്വദേശി ശരവണനെ തേടി ബന്ധുക്കളെത്തി. SYS പ്രവർത്തകർ സമൂഹമാധ്യമങ്ങൾ വഴിയും നേരിട്ടും നടത്തിയ മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ശരവണന്റെ ബന്ധുക്കളെ കണ്ടെത്തിയത്. മൊറയൂർ വെയിറ്റിംഗ് ഷെഡിൽ മാസങ്ങളായി മനോനില തെറ്റി കഴിയുകയായിരുന്നു ശരവണൻ. മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹൈസനാർ ബാബു, അബ്ദുൾ സലാം മൊറയൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം നൽകി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നാടിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒരു വിവരവുമില്ല. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മഞ്ചേരിയിലെ സാന്ത്വന സദനത്തിൽ ശരവണനെ എത്തിച്ചു. സാന്ത്വന സദനത്തിലെ ജീവനക്കാരായ മജീദ് സഖാഫി, മുഹമ്മദ് റാഫി എന്നിവരുടെ കൃത്യമായ പരിചരണവും ചികിത്സയും കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാനായി. ആശയവിനിമയത്തിനിടെ തഞ്ചാവൂർ സ്വദേശിയാണെന്ന് ബോധ്യമായി. സോഷ്യൽ മീഡിയ വഴി നടന്ന ദീർഘമായ അന്വേഷണത്തിനൊടുവിൽ ശരവണന്റെ കുടുംബത്തെ കണ്ടെത്തി. അച്ഛൻ ഉൾപ്പെടെ ബന്ധുക്കൾ മഞ്ചേരി സദനത്തിലെത്തി ശരവണനെ തിരിച്ചറിഞ്ഞു. മാസങ്ങളായി മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ശരവണനെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം യാത്രയാക്കി. SYS ജില്ലാ പ്രസിഡന്റ് CK ഹൈസനാർ സഖാഫി കുട്ടശ്ശേരി, സെക്രട്ടറി PP മുജീബ് റഹ്മാൻ വടക്കേമണ്ണ, മൊറയൂർ പഞ്ചായത്ത് മെമ്പർ ഐസനാർ ബാബു, അബ്ദുൾ സലാം, അബ്ദുൾ മജീദ് സഖാഫി, എടവണ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 മലപ്പുറം. ഭൂവിഷയങ്ങൾ ഉയർത്തി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നടത്തുന്ന സമരത്തെ പരിഹസിച്ച് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ഡീൻ കുര്യാക്കോസിന്റെ സമരം കോൺഗ്രസിന്റെ പിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ പരിഹാര പ്രദക്ഷിണമാണെന്നും മടക്കയാത്രയാണെന്നും വർഗീസ് പരിഹസിച്ചു. ഇത് കോൺഗ്രസ് പൂർവികന്മാർ R ശങ്കർ മുതൽ ഇന്ദിരാഗാന്ധി മുതൽ ഏറ്റവും അവസാനമായി ഉമ്മൻചാണ്ടി മുതൽ K സുധാകരൻ വരെ ചെയ്തു വെച്ച പാതകത്തിന് പരിഹാരമായി പാപപരിഹാര പ്രദക്ഷിണമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ നമുക്ക് കണ്ടാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു വിലാപത്തിൻ്റെ, അത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്, ഒരു വിലാപത്തിൻ്റെ ഒരു നഷ്ടബോധത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ പോലും കാണുന്നത്. അതുകൊണ്ടാണ് പുള്ളി മടക്കയാത്രയിലേക്ക് പോവുകയാണ്. ആ മടക്കയാത്രയുടെ അവസാനം എവിടെയാണെന്ന് നമുക്ക് കാണാം. അത് ഞങ്ങൾക്ക് പറയാം. പുള്ളിയിൽ നിന്ന് ആരംഭിച്ച് കട്ടപ്പന വഴി വന്ന് അടിമാലി വഴി വന്ന് എറണാകുളത്തിന് പോകാൻ എളുപ്പമുള്ള റൂട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മാസം 13 മുതൽ 23 വരെയാണ് ഭൂവിഷയങ്ങളും ബഫർ സോൺ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി MP ഇടുക്കിയിൽ സമരയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. വർക്കല പുത്തൻചന്തയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ആര്യ കൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയ കൃഷ്ണൻ, രത്നകുമാരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ആര്യ കൃഷ്ണ. പഠിക്കാൻ മിടുക്കിയായ ആര്യ കൃഷ്ണയ്ക്ക് ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു. ഇതിൽ വിഷമത്തിൽ ആയിരുന്നു എന്നാണ് അധ്യാപകർ പറയുന്നത്. മലപ്പുറത്ത് ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്നവയെന്ന റിപ്പോർട്ട്. 73 വാഹനങ്ങളിൽ പകുതിയും 25 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്നവയാണ്. മലപ്പുറം ആരോഗ്യവകുപ്പിന് കീഴിലെ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ കണക്കെടുക്കാൻ RTO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് വാഹനങ്ങളുടെ കാലപ്പഴക്കം വ്യക്തമാക്കുന്നത്. വാഹനങ്ങളുടെ മോഡൽ, കാലപ്പഴക്കം, ഓടുന്നതാണോ അല്ലയോ എന്നീ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. 73 വാഹനങ്ങളുടെ പട്ടികയിൽ നിരത്തിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത വിധം കാലപ്പഴക്കം ചെന്നത് 31 വാഹനങ്ങളാണ്. മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, പൊന്നാനി മാതൃ ശിശു ആശുപത്രി, പെരുമണ്ണ ക്ലാരി, പുഴക്കാട്ടിരി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, തിരുനാവായ വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എല്ലാം പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസിന് 39 വർഷം പഴക്കമുണ്ട്.
പല വാഹനങ്ങളും യഥാസമയം അറ്റകുറ്റപ്പണി പോലും നടത്തുന്നില്ല. മലപ്പുറം ആരോഗ്യവകുപ്പിന് സ്വന്തമായി സ്റ്റാറ്റിക് വർക്ക്ഷോപ്പും അവിടെ സ്ഥിരമായി 5 ജീവനക്കാരും ഉണ്ടായിട്ടും ഇതാണ് സ്ഥിതി. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് വടകര NC കനാലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതായി പരാതിയുണ്ട്. അതിൽ ആശങ്കയുമുണ്ട്. 3 ദിവസമായി കനാലിന്റെ വിവിധ ഭാഗങ്ങളിൽ മീനുകൾ ചത്തടിഞ്ഞു. കനാലിൽ മാലിന്യം തള്ളുന്നതാണ് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചോറോട് ഏറാമല പഞ്ചായത്തിലെ ജലസ്രോതസ്സായ NC കനാലിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത്. 3 ദിവസമായി ഈ സ്ഥിതി തുടരുന്നുണ്ട്. ഇതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. കനാലിൽ മാലിന്യം തള്ളിയതാണ് മീനുകൾ ചാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ആയിരക്കണക്കിന് മീനുകൾ ചത്തുകഴിഞ്ഞു. 2 വർഷം മുമ്പ് മാലിന്യം തള്ളിയിരുന്നപ്പോഴും മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് മുന്നിൽ കാണുന്നത്. 100 കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ, അതിൽ വലിയ മത്സ്യം ഉൾപ്പെടെ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഇത് നാളുകളായിട്ടിപ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തിനിപ്പുറം ഈ സംഭവം ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്താ ഉള്ളതെന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു അറിവ് ഉണ്ടാവേണ്ടതാണ്. അതിന് ബന്ധപ്പെട്ട ആളുകളായിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. NC കനാലിന്റെ കൊമ്മിനേരി താഴെ, പടവെത്തും താഴെപ്പാലം എന്നിവിടങ്ങളിലാണ് മീനുകൾ കൂടുതലായും ചത്തത്. പരിസരത്ത് നിരവധി വീടുകളും കിണറുകളുമുണ്ട്. മാലിന്യം കിണർ വെള്ളത്തിലേക്ക് കലരുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളം പരിശോധിച്ചപ്പോൾ ഓക്സിജന്റെ കുറവ് കണ്ടെത്തി. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 വടകര. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 20,000-ലധികം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താൻ 2019-ലാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ദുരിതബാധിതരുടെ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. 20,427 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 20,000-ന്റെ മുകളിൽ അപേക്ഷകളാണ് മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. 20,427 അപേക്ഷകൾ മെഡിക്കൽ ക്യാമ്പുമായി മാത്രം വന്നിട്ടുണ്ട്. അതിന് എന്തായാലും സ്വാഭാവികമായിട്ടൊന്നും കൂടി സ്ക്രൂട്ടിനി ചെയ്യണം. സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ടൈം ലൈൻ തീരുമാനിച്ചു. അത് ഫെബ്രുവരി മാസമാണ്. ഓരോന്നിനും നിശ്ചയിച്ച ടൈം ലൈൻ പ്രകാരം കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം മാർച്ച്, ഏപ്രിൽ മാസത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ വ്യാപകമായി നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലാകും മെഡിക്കൽ ക്യാമ്പ് നടത്തുക. ക്യാമ്പിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ഉൾപ്പെടുത്തും. മെഡിക്കൽ ക്യാമ്പിലേക്ക് 20,000-ലധികം പേർ അപേക്ഷിക്കുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ വിമല സിറ്റിയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച് ഏറെക്കാലം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ കെട്ടിടം നശിച്ചു തുടങ്ങി. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരങ്ങൾ വന്നു പോകുന്ന ഇടമാണ് ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങൾ. സഞ്ചാരികൾക്ക് പലയിടത്തും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതാണ് പ്രതിസന്ധി. ശുചിമുറി സൗകര്യത്തിനായി പലപ്പോഴും വിനോദസഞ്ചാരികൾ ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ നിർമ്മിച്ച കാലങ്ങളായിട്ടും തുറന്നു കൊടുക്കാത്ത ശൗചാലയവും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. വിമല സിറ്റിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും ഉള്ളത്. പ്രവർത്തിക്കാതെ വന്നതോടെ ഇവ നശിച്ചു. ഉൾഭാഗത്ത് പായൽ പിടിച്ചും പൊടിയും മാലിന്യവും കയറിയും വൃത്തിഹീനമായി. മേൽക്കൂരയുടെ ഷീറ്റുകളും തകർന്നു തുടങ്ങി. നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ വന്ന് അളന്നിട്ട് പറഞ്ഞു 5 ലക്ഷം രൂപ ടെൻഡറായിട്ടുണ്ട്. കറണ്ട് നമ്മുടെ കടയിൽ നിന്ന് വരെയും കറണ്ടിട്ട ഇത് വയറിങ് ചെയ്തത്. ഇന്ന് വരെ എന്നിട്ട് ഒരു അനക്കവുമില്ല. ഈ വരുന്ന ടൂറിസ്റ്റ് എല്ലാം റോഡിൽ കൂടെ ഇരുന്ന് മൂത്രം ഒഴിച്ചിട്ടാണ് പോകുന്നത്. റോഡിൽ കൂടെ വെളിക്കിറങ്ങിയിട്ടുണ്ട്. സൈഡൊക്കെ ചെന്ന് നോക്കി അപ്പടി മലമൂത്രത്തിൻ്റെ ഇടപാട് മാത്രമുള്ളൂ. ഈ സൈഡിൽ കൂടെ ഇറങ്ങി നടക്കത്തില്ല. വെയിറ്റിംഗ് ഷെഡും ശുചിമുറിയും തുറന്നു നൽകിയാൽ പൊന്മുടി, രാജാക്കാട് മേഖലയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഏറെ പ്രയോജനകമാകും. ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ സംവിധാനങ്ങളെല്ലാം നാടിന് പ്രയോജനമില്ലാതെ നശിക്കുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴ ഡിവൈഎസ്പി മർദ്ദിച്ചുവെന്നാരോപിച്ച ആളെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് മുരളീധരൻ പരാതി നൽകി. ഇടനിലക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. ഡിസംബർ 21-നാണ് തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ഹൃദ്രോഗിയായ മലങ്കര സ്വദേശി മുരളീധരന് മർദ്ദനമേറ്റത്.
നവമാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് കാട്ടി SNDP യോഗം തൊടുപുഴ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ നൽകിയ പരാതിയിലാണ് മുരളീധരൻ ഉൾപ്പെടെ 4 പേരെ സ്റ്റേഷനിലേക്ക് ഡിവൈഎസ്പി വിളിച്ചുവരുത്തിയത്. ഇക്കാര്യം സംസാരിക്കുന്നതിനിടെ ഡിവൈഎസ്പി MR മധുബാബു മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ഹൈക്കോടതിയിലെ ഹർജിക്ക് പുറമെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഉൾപ്പെടെ മുരളീധരൻ പരാതി നൽകിയിരുന്നു. ഇതിനിടെ മർദ്ദനം നടക്കുന്ന സമയത്തെ ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നു. ഡിവൈഎസ്പിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ശേഷം ഇടനിലക്കാരെ വിട്ട് കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പിന്മാറില്ലെന്നറിയിച്ചതോടെ ഭീഷണി തുടങ്ങി. ഇതേ തുടർന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഇടുക്കി SPക്ക് പരാതി നൽകിയതായും മുരളീധരൻ പറയുന്നു. മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഇടുക്കി അഡീഷണൽ SPയുടെ നേതൃത്വത്തിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കോതമംഗലം ചേലാട് ബസനിയ പള്ളി ശതോത്തര കനക ജൂബിലി സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA, വികാരി ഫാദർ ജിൻസ് ജോസ്, ഫാദർ കുര്യാക്കോസ് ചാത്തനാട്, ജെസി സാജു, മാമച്ചൻ ജോസഫ്, TU കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. ശതോത്തര കനക ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും കോയമ്പത്തൂർ മല്ലിശ്ശേരി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. സർഗാരിയ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് ഫെസ്റ്റ് മീഡിയ അവാർഡ് ന്യൂസ് 18 പ്രതിനിധി സുശാന്ത് വടകരയ്ക്ക്. അവാർഡ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സമ്മാനിച്ചു. കരകൌശല ടൂറിസം മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന മികച്ച റിപ്പോർട്ടുകൾ ന്യൂസ് 18 സംപ്രേഷണം ചെയ്തതായി ജൂറി അഭിപ്രായപ്പെട്ടു. വീണ്ടും വാർത്തകളിലേക്കാണ്. കാസർഗോഡ് ദേശീയപാതയിൽ നിർമ്മാണ തൊഴിലാളികൾ സമരത്തിൽ. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ 200ഓളം ഇതര സംസ്ഥാനക്കാരായ ഉപകരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. 4 മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്നാണ് ഇവരുടെ പരാതി. ദേശീയപാത ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിൽ 200ഓളം തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ജോലിക്ക് പോകാതെ മൈലാട്ടി കമ്പനിയിലെ ക്യാമ്പിൽ കുത്തിയിരിപ്പ് സമരത്തിലാണ് ഇവർ. നിർമ്മാണ കമ്പനിയിലെ വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞു. 4 മാസത്തെ ശമ്പളം കിട്ടിയില്ലെന്നാണ് ഇവരുടെ പരാതി. हम लोग को बोल के आया है 15 दिन के देने के लिए, 2 महीना से कोई सर परमिट नहीं हो रहा है। परमिट नहीं होने के बाद से हम लोग घर से बाल बच्चा जितना है भूखे मर रहा है। फोन करते हैं कोई अलाव नहीं सुन रहा है. ഉപകരാർ നൽകിയ കമ്പനിക്ക് തുക കൈമാറിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്തം തങ്ങൾക്കില്ലെന്നുമാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി പറയുന്നത്. സമരത്തെ തുടർന്ന് നീലേശ്വരം വരെ റീച്ചിൽ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കുത്തുങ്കലിൽ അനധികൃത കെട്ടിട നിർമ്മാണം സജീവമെന്ന് പരാതി. റോഡ് പുറമ്പോക്കും സമീപത്തെ പട്ടയ സ്ഥലവും കയ്യേറിയതായാണ് ആരോപണം. പരാതി ഉയർന്നതോടെ അനധികൃത നിർമ്മാണത്തിന് സേനാവതി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. രാജാക്കാട് ചെമ്മണ്ണാർ റൂട്ടിൽ കുത്തുങ്കൽ ടൗണിലാണ് അനധികൃതമായി ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത്. റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മാണം. ഒപ്പം സമീപത്തെ പട്ടയസ്ഥലം കൂടി കയ്യേറാൻ ശ്രമിച്ചതോടെയാണ് പരാതി ഉയർന്നത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും പാലിക്കാതെ അതിരുകല്ലുകൾ പോലും കെട്ടിടത്തിന്റെ കൽക്കെട്ടിനുള്ളിൽ നിർത്തിയാണ് നിർമ്മാണം നടത്തിയത്. ഇതുകൂടാതെ സമീപ സ്ഥലത്തേക്കുള്ള വഴി കയ്യേറാനും ശ്രമം നടത്തി. പരാതി ഉയർന്നതോടെ നിർമ്മാണത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. എല്ലാ നിയമങ്ങളും തെറ്റിച്ച് റോഡ് പുറമ്പോക്ക് പോലും തള്ളാതെ സർക്കാരിന് പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി കെട്ടിടം പണിയുകയും ആ കെട്ടിടം സംരക്ഷിക്കാൻ വേണ്ടി പട്ടയക്കാരില്ലാത്ത സമയം നോക്കി പ്രായമായ മാതാപിതാക്കളെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുകൊണ്ട് പട്ടയ ഭൂമി ഏകദേശം 7 അടിയോളം അളന്നു തിരിക്കുകയും 50 കൊല്ലമായി നടക്കുന്ന നടപ്പുവഴി അവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. എനിക്ക് തന്ന പട്ടയത്തിന്റെ സ്കെച്ചിന്റെ അതിരുകളിലാണ് ഈ കെട്ടിടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സമീപത്തെ സ്ഥലം കയ്യേറിയതിനോടൊപ്പം ഓടയും പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും ഇടുക്കിയിൽ പല മേഖലകളിലും അനുമതി നൽകാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനത്തിൽ അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. ന്യൂസ് 18 രാജാക്കാട്. താമരശ്ശേരി രാരോരത്ത് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റുകൾ വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് അധികൃതരും പറയുന്നു. താലൂക്ക് ആസ്ഥാനമായ താമരശ്ശേരി ടൗൺ ഉൾക്കൊണ്ട രാരോത്ത് വില്ലേജ് ഓഫീസിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷ നൽകിയവർക്ക് സേവനം വൈകുന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും പ്രതിഷേധിച്ചിരുന്നു. അപേക്ഷ നൽകിയവർ ദിവസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ടി വരികയാണ്. പലപ്പോഴും വില്ലേജ് ഓഫീസർ സ്ഥലത്തുണ്ടാകില്ല. ഇന്നലെയും മെനിയാമൊന്നും എന്ന് വേണ്ട,
യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒട്ടനവധി ദിവസങ്ങളായി. ഇന്നലെയും മെനിയാന്നും രണ്ട് ദിവസങ്ങൾ മുന്നേയും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വന്ന ദിവസം പോലും ഇവിടെ വന്ന് കയറി ഇറങ്ങി പോകുന്ന ആളുകളുടെ ബൈറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തകർ പിന്നെ എടുക്കേണ്ടിയിരുന്നു എന്നാണ് ഈ പറയാനുള്ളത്. പ്രതിഷേധക്കാർ വില്ലേജ് ഓഫീസറെ നേരിൽ കണ്ട് പരാതി പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർക്കുണ്ടായിരുന്നു ഏറെ പരാതികൾ. രാത്രി വൈകിയും വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യമാണെന്നും പരമാവധി സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കാനാണ് ശ്രമമെന്നും വില്ലേജ് ഓഫീസർ ആർ പ്രശാന്ത് പറയുന്നു. അപ്പോൾ പലപ്പോഴും പാമരശ്ശേരി പോലെയുള്ള കാരോത്ത് പോലെയുള്ള ഒരു വില്ലേജിൽ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് ഈ ഇൻകം സർട്ടിഫിക്കറ്റുകളുടെ ഈ ഒരു പെൻഡൻസി നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ തന്നെയും മറ്റുള്ള ജാതി, കമ്മ്യൂണിറ്റി, മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഏകദേശം അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 800 എന്നുള്ളത് ഇപ്പം നമ്മൾ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് ഒരു 450 താഴേക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ അത് പരമാവധി ഫുള്ളായിട്ട് തന്നെ തീർക്കാനുള്ള പരിപൂർണ ശ്രമത്തിലാണ്. വില്ലേജ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും പ്രയാസത്തിലാക്കുകയാണ്. ന്യൂസ് 18 താമരശ്ശേരി. കാസർഗോഡ് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 22 വർഷത്തിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ആഘോഷ കമ്മിറ്റി രൂപവൽക്കരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കാവുകളിൽ ചെന്ന് കാണുന്നിടത്താണ് തെയ്യത്തിന്റെ പൂർണ്ണതയെന്ന് മന്ത്രി പറഞ്ഞു. ആചാരസ്ഥാനികൾ, വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, നാട്ടുകാരുൾപ്പെടെ 100 കണക്കിന് ആളുകൾ ആണ് ഈ കമ്മിറ്റിയിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി. M രാജഗോപാലൻ MLA മുഖ്യാതിഥിയായി. കരിവെള്ളൂർ മുച്ചിലോട്ട് വല്യച്ചൻ പ്രമോദ് കോമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭയിലെ അഴിമതിക്കും പിൻവാതിൽ നിയമനങ്ങൾക്കും വികസന സ്തംഭനത്തിനുമെതിരെ പ്രതിഷേധം. നഗരസഭയ്ക്ക് മുന്നിൽ UDF നടത്തിവരുന്ന റിലേ സത്യാഗ്രഹ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ JS അഖിൽ ഉദ്ഘാടനം ചെയ്തു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ അധ്യക്ഷത വഹിച്ചു. കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ അന്വേഷണം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും ഈ സ്വാഗതഗാന വിവാദം അത് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യം, വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാന ആരോപണം അവതരണം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കലോത്സവ ഗാനത്തിലെ ഈ വിവാദ ഭാഗം ഇടതു സർക്കാർ നയമല്ല എന്ന് മന്ത്രി ആവർത്തിക്കുന്നു. സ്വാഗതഗാനം അവതരിപ്പിച്ച മാതാ പേരാമ്പ്രയെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇനിയുള്ള പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യം പരിഗണനയിലാണ്. സ്കൂൾ കലോത്സവം നിയന്ത്രിക്കുന്നത് അധ്യാപക സംഘടനകളാണ് എന്നൊരു വിശദീകരണം കൂടി ഇവിടെ മന്ത്രി പറയുന്നു. ഓരോ വിഭാഗവും നിയന്ത്രിക്കുന്ന അധ്യാപക സംഘടനകളാണ്. സ്വാഗത ഗാനം ഒരു സമിതി പരിശോധിച്ചതാണ്. എന്നാൽ അതിൽ സ്റ്റേറ്റ് ഡ്രസ്സിലല്ലായിരുന്നു ഇതിന്റെ പ്രാഥമിക സ്ക്രീനിങ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടാകാൻ കാരണമെന്ന ഒരു വിലയിരുത്തലും മന്ത്രിയുടെ വാർത്താക്കുറിപ്പിലുണ്ട്. കലോത്സവ ഭക്ഷണത്തിന്റെ പേരിൽ ചിലർ വെറുതെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ വിവാദവും മന്ത്രിയുടെ പറയുന്നുണ്ട്. ഏതായാലും മതേതര മനസ്സ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അജണ്ടകൾ കേരളത്തിൽ നടപ്പാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. തീർച്ചയായും കലോത്സവ സ്വാഗതഗാന ദൃശ്യാവിഷ്കാര വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇപ്പോൾ മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നാട്ടുവർത്തമാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.